ഞാൻ വളരെ വേഗത്തിൽ പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട്ടെ പ്രശ്നം എന്ന് പറയുന്നത് പാലക്കാട്ട് ഇപ്പോൾ അവിടുത്തെ DCC നേതൃത്വം MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാത്തതിൽ അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പാലക്കാട് DCC വലിയ അതൃപ്തിയിലാണ്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയാൽ സംരക്ഷണം ഒരുക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ അവിടെ DCC സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്നോടൊപ്പം സച്ചിൻ കൂടി പാലക്കാട് നിന്ന് ചേരുകയാണ്. നോക്കാം പാലക്കാട്ടെ DCCയുടെ നിലപാട് എന്താണ്, അവരുടെ അതൃപ്തി അവർ ഏത് രീതിയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നുവെന്ന്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റാത്തതിൽ പാലക്കാട് DCCക്ക് വലിയ അതൃപ്തിയുണ്ട് എന്നാണ്. ആ അതൃപ്തി അവർ KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അവരുടെ സ്റ്റാൻഡ്? മനു, ഗുഡ് മോർണിംഗ്. വലിയ രീതിയിലുള്ള അതൃപ്തി, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DCCക്ക് ഉണ്ടായിരുന്നു. അത് രേഖാമൂലം KPCCയെ അറിയിച്ചു എന്നാണ് DCC പ്രസിഡന്റ് A തങ്കപ്പൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും പാലക്കാട്ടേക്ക് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ യാതൊരുവിധ സംരക്ഷണവും കോൺഗ്രസ് നൽകില്ല എന്ന കാര്യം KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കാരണം എന്തിന് സംരക്ഷണം നൽകണം എന്ന ചോദ്യമാണ് DCC ഉന്നയിക്കുന്നത്. KPCC അതായത് കോൺഗ്രസിലെ നിലവിലെ അംഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനാൽ തന്നെ കോൺഗ്രസ് എന്തിന് സംരക്ഷണം നൽകണം എന്നാണ് DCCയിലെ ഒരു വിഭാഗം നേതാക്കൾ ചോദിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് DCCയുടെ അമർഷം KPCCയെയും അതേപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര നേതാക്കളെയെല്ലാം DCC അധ്യക്ഷൻ A തങ്കപ്പൻ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസ് ഉള്ളത്. അതിൽ പ്രധാനമായും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ പാലക്കാട് ജില്ലയിൽ ആരംഭിക്കാനിരുന്നത്. ഇതിൻ്റെ മുന്നോടിയായുള്ള മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും അതേപോലെ തന്നെ വാർഡ് തല യോഗങ്ങളെല്ലാം കോൺഗ്രസ് വിളിച്ചു ചേർത്തിരുന്നു. അതിൽ സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ കോൺഗ്രസിൻ്റെ പങ്കെടുത്തതാണ്. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പരിപാടികൾ സംസ്ഥാനത്താകെ മുന്നോട്ട് പോകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളും തെളിവുകളും വെളിപ്പെടുത്തലുകളും എല്ലാം പുറത്തു വന്നത്. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമായിരിക്കുകയാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഗൃഹസന്ദർശന പരിപാടിയാണ് ഈ 27 മുതൽ പാലക്കാട് കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അത് നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ പാലക്കാട്ടെ കോൺഗ്രസിനും UDFനും ഉള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, അതായത് സ്ത്രീപീഡന ആരോപണങ്ങൾക്കുള്ള നാട്ടുകാരുടെയും അതേപോലെ തന്നെ ജനങ്ങളുടെയും വോട്ടർമാരുടെയും ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി നൽകും എന്ന ഒരു വലിയ ചോദ്യ ചിഹ്നം തന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇത് കൂടാതെ തന്നെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് പ്രവർത്തനങ്ങളും ആരംഭിക്കാനിരുന്നതാണ്. എന്നാൽ അതും നിശ്ചലമായി എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള റെസീറ്റ് വിതരണവും മണ്ഡലം കമ്മിറ്റികൾക്കും വാർഡ് കമ്മിറ്റികൾക്കെല്ലാം നടത്തിയിരുന്നു. എന്നാൽ ജനങ്ങളുടെ മുന്നിലേക്ക് തെരഞ്ഞെടുപ്പിന് ഭാഗമായി ഫണ്ട് കളക്ഷന് വരുമ്പോൾ എന്ത് മറുപടി നൽകും, രാഹുലിനെതിരെയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി നൽകും എന്ന തരത്തിലുള്ള വലിയ ആശങ്ക കോൺഗ്രസ് മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ സച്ചിൻ, ഫണ്ട് പിരിവുമായി കോൺഗ്രസ് നേതൃത്വം തെരുവിലേക്ക് ഇറങ്ങിയാൽ അവർ നേരിടേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റു ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. വയനാടിന് യൂത്ത് കോൺഗ്രസും പിരിച്ച ഫണ്ട് എവിടെ, പണം എവിടെ എന്ന ആളുകൾ ചോദിക്കില്ലേ? യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ടിനെ കുറിച്ച് നമ്മൾ ഇനി ആരോട് ചോദിക്കും? രാഹുൽ മാങ്കൂട്ടം ആ പാർട്ടിയുടെ അതിൻ്റെ അധ്യക്ഷ നിന്ന് മാറി, അധ്യക്ഷനില്ല, ആരോട് പോയി നമ്മൾ ചോദിക്കും? ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലായിരുന്നു. അപ്പോൾ ഇനി പദവിയിൽ നിന്ന് മാറിയാൽ സ്വാഭാവികമായും എന്തെങ്കിലും മറുപടി കിട്ടുമോ? ഇനി KPCC പിരിച്ച ഫണ്ട് എതിരെ പോയി എന്ന് നമുക്കറിയില്ല. ആ പടക്കം മുക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉയർന്നു വരില്ലേ ഫണ്ട് പിരിവുമായി പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഇറങ്ങിയാൽ? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം യൂത്ത് കോൺഗ്രസിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു തട്ടിപ്പ് വീരനും പീഡന വീരനും സംസ്ഥാന നേതൃത്വത്തിലെ അധ്യക്ഷനായി ഇരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മനു പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി കോടികൾ പിരിച്ചിട്ട് ആ ഫണ്ട് കാണാനില്ല എന്ന കാര്യം തന്നെയാണ് നമ്മളല്ല പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിലെ പഠന ക്യാമ്പിൽ തന്നെയാണ് ഈ വിമർശനം യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധ ജില്ലയിലെ നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ മനു പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കാൻ പോകുമ്പോൾ നാട്ടുകാർ അതും കൂടെ ചോദിക്കുമെന്ന ആശങ്ക വലിയ രീതിയിൽ തന്നെ ഉണ്ട്. കാരണം ഇതിന് മറുപടി പറയാൻ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനില്ല. അതിനാൽ തന്നെ അതിൻ്റെ മറുപടിയും കോൺഗ്രസ് നേതാക്കളുടെ തലയിൽ തന്നെയാണ് ഉള്ളത്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും പ്രവർത്തകരും നേരിടുന്നുണ്ട്. അത് തന്നെയാണ്
രാഹുലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ ഇരട്ട പ്രഹരം എന്ന് തന്നെ പറയാം. കാരണം DCC പ്രസിഡന്റ് എ തങ്കപ്പനടക്കം ഉള്ളിൽ ഉള്ള ഒരു കാര്യം മുന്നേ പറഞ്ഞതല്ലേ നിങ്ങൾ അനുഭവിച്ചോ എന്ന തരത്തിലുള്ള ആണ് മറുപടിയൊക്കെ പറയുന്നത്. കാരണം VD സതീശനും ഷാഫി പറമ്പിലിൻ്റെയും ഒറ്റ നിർബന്ധത്തിൻ്റെ പുറത്താണ് പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നേതാക്കൾ എ തങ്കപ്പനും VK ശ്രീകണ്ഠനും ഒക്കെ ആയിരിക്കുമല്ലേ സച്ചിൻ? അവരുടെ മനസ്സിലായിരിക്കും ഏറ്റവും വലിയ ലഡു ഇപ്പോൾ പൊട്ടി നിൽക്കുന്നതല്ലേ? തീർച്ചയായും ഞങ്ങൾ ഈ രാഹുൽ രാജിവെക്കുമോ എന്ന ആശങ്ക ഉള്ള സമയത്ത്, അതായത് രാഹുൽ മാധ്യമങ്ങളെ കാണും എന്ന വിവരം അടൂരിൽ നിന്ന് സുജു TV ബാബു റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉടൻ തന്നെ പാലക്കാട് DCC ഓഫീസിൽ പോയിരുന്നു. അപ്പോഴൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു പാലക്കാട്ടെ DCC പ്രസിഡന്റ് എ തങ്കപ്പന് വെച്ചോ എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കാര്യം പാലക്കാട് നടക്കുന്നുണ്ട്. കാരണം സംസ്ഥാന കോൺഗ്രസിലെ VD സതീശനും ഷാഫി പറമ്പിലും വളരെ അതായത് ഇന്നലെ സതീശൻ പറഞ്ഞത് കേട്ടാൽ തന്നെ തോന്നും വളരെ ദുഃഖത്തോടു കൂടിയാണ് രാഹുലിനെ പുറത്താക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ പീഡനം അനുഭവിച്ച യുവതികളോട് ആ ദുഃഖമില്ല എന്നത് തന്നെയാണ് കേരള സമൂഹത്തിൽ നിന്നും ഉയരുന്ന ചോദ്യം. ഹൃദയവേദനയോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയെന്ന് VD സതീശൻ പറയുമ്പോൾ രാഹുലിന്റെ ഈ ചെയ്തികൾക്ക് ഇരയായ കുട്ടികളോട് ഒരല്പം പോലും ഹൃദയവേദന നിങ്ങൾക്ക് തോന്നുന്നില്ലേ പ്രതിപക്ഷ നേതാവേ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹത്തോട് ഈ നടപടികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളം ചോദിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം അവരോട് ഹൃദയവേദനയില്ലാതെ ഈ തെമ്മാടിത്തരങ്ങളെല്ലാം ചെയ്ത് രാഹുലിനോട് മാത്രം ഹൃദയവേദന തോന്നുന്നത്? അതിന് മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും അതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ മറ്റു നേതൃത്വം, അതായത് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇപ്പോൾ സതീശനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. തോറ്റുപോയൊരു മനുഷ്യന്റെ ഭാവങ്ങളാണ് ഇന്നലെ നമുക്ക് VD സതീശനിൽ കാണാൻ കഴിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് ആ ഭീഷണിയും ആ ജസ്റ്റേഴ്സും ഒക്കെ ഇന്നലെ ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ സച്ചിൻ വന്നപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഫണ്ട് പിരിവടക്കം നിർത്തിവച്ചിരിക്കുകയാണ്. എങ്ങനെ പിരിക്കാൻ പറ്റും? ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഫണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ ആളുകൾ ഓടിക്കില്ലേ? കാരണം വയനാടിന്റെ ഫണ്ട് എവിടെ? യൂത്ത് കോൺഗ്രസ് മുക്കിയതും KPCC മുക്കിയതും എവിടെയെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരില്ലേ? അപ്പോൾ ഈ വിവാദങ്ങൾക്കിടയിൽ ആ ഫണ്ട് പിരിവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുങ്ങിപ്പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.